സിനിമയോടുള്ള വ്യതിരിക്തവും എന്നാൽ വിവാദത്തിന് പോലും പേരുകേട്ട ഒരു ദക്ഷിണ കൊറിയൻ സംവിധായകനാണ് കിം കി ദുക്. സ്പ്രിംഗ്, സമ്മർ, ഫോൾ, വിൻ്റർ ആൻഡ് സ്പ്രിംഗ്, പിയത്ത, ദി ഐൽ, ബാഡ് ഗൈ എന്നിങ്ങനെയുള്ള വളരെയധികം പേരുകേട്ട സിനിമകൾ ഈ ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ പ്രശസ്തമാകുന്നതും അല്ലെങ്കിൽ വിവാദത്തിന് കാരണമാകുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സിനിമയോടുള്ള ഒരു ശൈലിയാണ്. സിനിമയിലെ അഭിനേതാക്കളുടെ സംഭാഷണങ്ങളുടെ ബാഹുല്യമല്ല, മറിച്ച് അദ്ദേഹം ഓരോ സിനിമകളിലും ഉപയോഗിക്കുന്ന ഇമേജറിയുടെ അല്ലെങ്കിൽ ഇമേജസിൻ്റെ ബിംബങ്ങളുടെ അർത്ഥമാണ്. അതിന് വലിയൊരു ഉദാഹരണമാണ് സ്പ്രിംഗ്, സമ്മർ, ഫോൾ, വിൻ്റർ ആൻഡ് സ്പ്രിംഗ് എന്ന് പറയുന്ന സിനിമ. ആധുനിക കാലഘട്ടത്തിൽ ശക്തമായ ഒരു ഭാഷ തന്നെയാണ് ഈ സിനിമ. ഇതിലെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ആരംഭം, പിന്നീടുള്ള യുവത്വ കാലഘട്ടം, മധ്യകാലഘട്ടം, വാർദ്ധക്യ കാലഘട്ടം, അങ്ങനെ അതിനുശേഷമുള്ള ശിഥിലീകരണമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത് ഋതുക്കളുടെ ഈ കാലത്തിൻ്റേതായിട്ടുള്ള ഈ മാറ്റത്തിനനുസരിച്ച് അതിനോട് ചേർത്ത് വെച്ചാണ് സിനിമ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്പ്രിംഗ്, സമ്മർ, ഫോൾ, വിൻ്റർ ആൻഡ് സ്പ്രിംഗ് എന്ന് പറയുന്ന പേര് തന്നെ വന്നിരിക്കുന്നത്. വസന്തകാലമുണ്ട്, വേനൽക്കാലമുണ്ട്, വീഴ്ചയുടെ കാലമുണ്ട്, അതോടൊപ്പം തന്നെ ശീതകാലമുണ്ട്, വീണ്ടും വസന്തകാലം, അങ്ങനെ തുടർന്ന് സൈക്ലിക്കായിട്ട് ഒരു ചാക്രിക ഭാവമായിട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു കുട്ടിയുടെ തന്നെ ഈ ആശ്രമത്തിലേക്കുള്ള വരവ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ജീവിതം മുഴുവനായിട്ടും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വസന്തകാലത്തെ സൂചിപ്പിക്കുമ്പോൾ അത് ഒരു പുതിയ തുടക്കത്തെയാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്, പുതിയ ആരംഭം. പിന്നീട് വേനൽക്കാലത്തിലേക്ക് അത് വരുന്ന സാഹചര്യത്തിൽ സിനിമയിൽ പറയുന്നത് യുവാവായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ആ യുവത്വത്തിൻ്റേതായിട്ടുള്ള അഭിലഷണീയതയുണ്ട്, ശാരീരികമായിട്ടുള്ള അടങ്ങാത്ത ഒരു വൈകാരികമായിട്ടുള്ള ദാഹം കാണിക്കുന്നുണ്ട്, അതിനോട് ചേർന്ന് പ്രവൃത്തി കാണുന്നുണ്ട്. ഇതെല്ലാം ഈ ഒരു വേനൽക്കാലത്തിൻ്റെ അടയാളത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പിന്നീട് വീഴ്ചയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അടുത്ത പ്രായത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. അപ്പോഴും അനുഭവിക്കുന്ന ഒരു വൈകാരികതയുണ്ട്, ഒരുപക്ഷെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്, അതൊക്കെ കാണിക്കുന്നുണ്ട്. വീണ്ടും ശീതകാലം അവിടെ സിനിമയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം മാറിയതിന് ശേഷം പിന്നീട് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. അപ്പോൾ അവന് ലഭിക്കുന്ന ഒരു പുതിയ ഒരു തീരുമാനമുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു വൈകാരിക നിമിഷത്തിലല്ല, അതിന് ശേഷമുള്ളൊരു തിരിച്ചുവരവിലേക്ക് അവിടെ പ്രതിനിധാനം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വീണ്ടും അങ്ങനെ അടുത്ത ഒരു ചാക്രിക സ്വഭാവത്തിലേക്ക് സിനിമ അനുവാചകരെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ശക്തമായ രീതിയിലാണ് ഈ സിനിമ ഇന്ന് അവതരിപ്പിക്കപ്പെടുക. അതോടൊപ്പം തന്നെ ഈ സിനിമയിൽ അനേകം അടയാളങ്ങളിലൂടെ ഈ സംവിധായകൻ തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളെ അനുവാചകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അവിടെ ഒരു കുട്ടി ഉപയോഗിക്കുന്ന തവളയുടെ കാണിക്കുന്നുണ്ട്, പാമ്പിൻ്റെ കാണിക്കുന്നുണ്ട്, കോഴിയുടെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബോട്ടിൻ്റെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ അതിൻ്റെ പശ്ചാത്തലത്തിൽ രൂപീകരിക്കപ്പെട്ട ആശ്രമം തന്നെ, അതായത് ഒരു തടാകത്തിൽ ഉള്ള ഫ്ലോട്ടിംഗ് രീതിയിലുള്ള അങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊണാസ്ട്രി തന്നെ, ഇതൊക്കെ അടയാളങ്ങളായിട്ടാണ് അനുവാചകരിൽ എത്തുന്നത്. ജീവിതത്തിൻ്റെ ക്ഷണികതയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഒരുപക്ഷെ നേടിയെടുക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി അഭിലഷിക്കുന്ന വ്യക്തിയുടെ വൈകാരികതയും ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടലുമൊക്കെ ക്ഷണികമാണെന്നും അതിനുശേഷം ഒരു വീണ്ടെടുപ്പുണ്ടെന്നും പുതിയ തീരുമാനങ്ങളെടുത്ത് പുതിയൊരു ജീവിത രീതിയിലേക്ക് വരണമെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ശക്തമായ രീതിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സിനിമ പ്രസക്തമാവുകയാണ്. സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒരിക്കൽ കൂടി നമ്മുടെ വിചിന്തന വിഷയമാക്കി എല്ലാവരും ഇതൊന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ തിരഞ്ഞെടുപ്പിലേക്ക്, നല്ല ഒരു ആത്മീയതയുടെ ഉണർവിലേക്ക് കടന്നു വരുവാൻ ഈ സിനിമ നമ്മളെല്ലാവരെയും പ്രേരിപ്പിക്കട്ടെ.